പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവ്, ദ അൾട്ടിമേറ്റ് നോളജ് എന്ന് പറയുന്നത് സുപ്രീം പവറിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് പ്രപഞ്ച ശക്തിയെ സംബന്ധിച്ചുള്ള അതിനകത്താണ് എല്ലാ അറിവിൻ്റെയും കേദാരം. അവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും പല പല കണ്ടുപിടുത്തങ്ങളൊക്കെ ചിലരുടെ ബ്രെയിനിന് കൃത്യമായ രീതിയിൽ കണക്റ്റ് ആവും. അതിലൂടെ ഉത്ഭവിച്ചതാണ് സർവ്വ അത്ഭുതങ്ങൾ. എല്ലാ അറിവുകളും ഇവിടെ കണ്ടെയ്ൻ ചെയ്തിരിപ്പുണ്ട്, അടങ്ങിയിരിപ്പുണ്ട്. അതിനെ മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഈ പരിവർത്തനങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്ക് സ്പിരിച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ അതിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അറിവുകളിലും ഏറ്റവും വലിയ അറിവിനെ സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉള്ളവർ എന്നർത്ഥം, അല്ല പ്രാക്ടീസ് ചെയ്യുന്നവർ എന്നർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ പോകുന്നത്. രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളാണ് ഭൗതികതയിൽ. എപ്പോഴും ഭാരതം എന്ന് പറയുന്നത് ഭ എന്നാൽ അറിവ്, രമിക്കുന്നത്, അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്നത്, അതാണ് ഭാരതം. അപ്പം ഭാരതം ലോകത്തിൽ എവിടെ നിന്നും ആൾക്കാർ ഒരു അറിവിന് വരണമെങ്കിൽ ഭാരതത്തിലെത്തണം. ആദ്യകാലം മുതൽ അങ്ങനെയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭാരതവാസികളായിട്ടുള്ള നമ്മൾക്ക് ശരിക്കും അറിവ് എന്ന് പറയുന്നത് ഗ്രഹിക്കാനുള്ള ഒരു താല്പര്യം ഉള്ളിലുള്ളവരാണ്. അതാണ് സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും കൂടുതൽ നമ്മുടെ ഭാരതത്തിന് പ്രാധാന്യം നൽകാൻ കാരണം. അപ്പോൾ അത് ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ ആ സ്കില്ലുണ്ട്. ഈ രണ്ട് രീതിയിലാണ് ഈ അറിവിനെ ഉപയോഗിക്കേണ്ടതെന്ന് സ്പിരിച്വാലിറ്റി പറയും. ഒന്ന്, ഭൗതികമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പിരിച്വലി ഉള്ള അവെയ്ക്കനിങ്ങിലൂടെ, ആ പവറിലൂടെ സാധിക്കും. നമ്മുടെ റിസോഴ്സിനെ കണ്ടെത്തിയാൽ ഭൗതികതയിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നേടിയെടുക്കാനും സാധിക്കുന്നു. എന്നാൽ ഭൗതികതയിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആത്മീയമായിട്ടുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഭൗതിക ജീവിതത്തിന് ബാലൻസ് കിട്ടുകയുള്ളൂ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ ടോണിക്കാണ്. ഈ ടോണിക് ഇല്ലാതെ, ആ എനർജി ഇല്ലാതെ ഒരിക്കലും ഭൗതികത്തിൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. ഭൗതികമായിട്ട് ഒരുപാട് ഔന്നത്യത്തിൽ എത്തിയാലും സ്പിരിച്വൽ കോഷൻ്റ് ഇല്ലെങ്കിൽ അതിനെ അറിയാനും പറ്റില്ല, അനുഭവിക്കാനും പറ്റില്ല. ദുരിതപൂർണമാകുന്നു ജീവിതം. ഇത് കൃത്യമായ രീതിയിൽ പറഞ്ഞു തന്ന മഹാഗുരുക്കന്മാർ നമ്മുടെ ഈ ഭാരതത്തിൽ പിറന്നിട്ടുണ്ട്. നാരായണ ഗുരുദേവൻ ഒക്കെ പറഞ്ഞെന്താ? വാഴണം, ആഴണം. അതെ, എങ്ങനെ? ഭൗതികതയെ അറിഞ്ഞ് വാഴണം, ആഴണം, ആഴത്തിൽ മനസ്സിലാക്കി വാഴണം. അപ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സ്പിരിച്വാലിറ്റിയുടെ കേസിൽ നമ്മുടെ പൂർവികർ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഒപ്പം നമുക്ക് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞു, പുനരധി ജനനം, പുനരധി മരണം. ഈ ജനന മരണങ്ങൾ എന്ന് പറഞ്ഞ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആർജിക്കുന്ന അറിവുകളാണ് നാളുകളിൽ ഒരു പുനർജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം പലർക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഇങ്ങനെ ചില ഒരു അടുത്തൊരു ജന്മമുണ്ടോ, ആ ജന്മത്തിൽ എന്തായിത്തീരും? പലരും എൻ്റെ അടുത്തൊക്കെ വരുന്നവർ ചോദിക്കാറുണ്ട്, പാസ്റ്റ് ലൈഫിനെ സംബന്ധിച്ച് അറിയാൻ വല്ല മാർഗമുണ്ടോ? പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തെപ്പറ്റി അറിയുക. ഇപ്പോഴറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാലോ അടുത്ത ജന്മം എങ്ങനെയാണെങ്കിലും കറക്റ്റായിരിക്കും. അതിന് കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഒരു ക്യാരി ഫോർവേഡാണ് ഇവിടെ എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, പിറന്ന് വീണ് കുറച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ഞെട്ടാറുണ്ടല്ലേ, എന്തോ ഭയന്ന് ഞെട്ടാറുണ്ട്. അതേസമയം തന്നെ ശാന്തമായി കിടക്കാറുണ്ട്. ചില സമയങ്ങളിൽ പുഞ്ചിരിക്കാറുണ്ട്, ചിരിക്കാറില്ല കൂടുകൂടാന്ന് ഉറക്കത്തിൽ. എന്ത് കണ്ടിട്ടാണ് ഇത് ചിരിക്കുന്നത്? അതിന് ബുദ്ധി ഉറച്ചിട്ടില്ല. പക്ഷേ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ മുൻ ജന്മത്തിലെ, കഴിഞ്ഞ ജന്മത്തിലെ പല പല കാര്യങ്ങളും ആ ബുദ്ധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നു. ഭയമായിട്ട് കാണിക്കുന്നു, ഞെട്ടാറുണ്ട്, ഭയന്ന് കരയാറുണ്ട്, എന്നാൽ ഓർത്തി ചിരിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു സ്ക്രീനിൽ കാണുന്നുള്ള വരുന്നുവെങ്കിൽ അത് മുൻകാലത്തെ അനുഭവമല്ലേ. അപ്പം വരും കാലഘട്ടത്തിലെ അനുഭവങ്ങൾ നല്ലത് പറഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണുക, നല്ല ചിന്തകളകത്തേക്ക് കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്പിരിച്വാലിറ്റി പല ഡെലിബ്രേഷൻസും ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ നല്ല കാഴ്ചകൾ കാണണം, നല്ല ചിന്തകൾ സ്വാംശീകരിക്കാനാണ്. ഈ എത്രത്തോളം നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ചിന്തകളും കൊടുക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാളുകളിൽ സ്വപ്നത്തിലൂടെ ഇനിയും വരും ജന്മത്തിലും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അത് തന്നെ ജീവിതത്തിൽ ആകെ തീരുകയുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിടുകയാണ്, ശരിക്കും ആലോചിക്കുക. ഇന്നത്തേക്ക് വിരിയട്ടെ. നന്ദി, നമസ്കാരം.